നമസ്കാരം. വെമ്പായം പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള BJP പ്രതിഷേധം ശക്തമാകുന്നു. വെമ്പായം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം BJP ജില്ലാ ട്രഷറർ M ബാലമുരളി ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നും അല്ലാത്ത പക്ഷം തുടർ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും BJP വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം സംഭവ സ്ഥലത്തെത്തിയ അന്വേഷണ സംഘം തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് തെളിവ് നശിപ്പിക്കുക എന്ന ആസൂത്രണത്തോടെ തീയിടൽ നടത്തിയത്. ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്ന 4 കമ്പ്യൂട്ടർ രജിസ്റ്ററുകൾ അനധികൃതമായി കുന്നിടിച്ച് നിരപ്പാക്കുന്നതിനും വയൽ നികത്തുന്നതും വ്യാവസായിക ആവശ്യങ്ങൾക്കും താമസത്തിനുമായി നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങളുടേതടക്കമുള്ള 2015 മുതലുള്ള ഫയലുകൾ എന്നിവയും തീപിടുത്തത്തിൽ നശിച്ചു. ഏകദേശം 25 ലക്ഷത്തിന്റെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. 5 സെന്റിൽ മണ്ണിടിക്കുന്നതിന് നൽകിയ അപേക്ഷകളിൽ 1.5 വർഷമായിട്ടും അനുമതി ലഭിക്കാത്തവയുണ്ടെന്നും അതേസമയം വൻകിടക്കാർക്ക് തോന്നുംപടി പാസ് വിതരണം ചെയ്തിട്ടുണ്ടെന്നും പഞ്ചായത്തിനെതിരെ ആക്ഷേപം ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഉയരുന്ന ആക്ഷേപത്തിന്റെ തെളിവുകൾ നശിപ്പിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് നടന്നിരിക്കുന്ന ഈ തീയിടൽ. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം BJP ആവശ്യപ്പെട്ടു. ISO രജിസ്ട്രേഷനുള്ള പഞ്ചായത്തിൽ എന്തുകൊണ്ട് ഇതുവരെയും ഒരു CCTV ഇല്ല? ഇത് ഓഫീസിനുള്ളിൽ അഴിമതി നടത്താനുള്ള സാഹചര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതും സംഭവത്തിന് പിന്നിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. 1.5 വർഷം മുമ്പ് നടന്ന മോഷണ ശ്രമത്തിന്റെ തുടർച്ചയാവാം ഈ തീപിടുത്തമെന്നും 2 മുന്നണികളുടെ ഭരണകാലത്തെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി BJP മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു.